നമസ്കാരം. മലയാള സിനിമാ ചരിത്രത്തിൽ ലോക റെക്കോർഡ് തിരുത്തി മുന്നേറുകയാണ്. എമ്പുരാനെ വീഴ്ത്തി ലോക റെക്കോർഡ് തകർത്തത് 17 ദിവസം കൊണ്ടാണ്. മലയാളത്തിലെ സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമായ ലോക ചാപ്റ്റർ ഓൺ ചന്ദ്ര തിയേറ്ററുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണി പ്രിയദർശൻ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് ഡൊമിനിക് അരുണാണ്. ഓണം റിലീസായി ഓഗസ്റ്റ് 28-ന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രം ആദ്യ ഷോകൾ മുതൽ തന്നെ മികച്ച പ്രതികരണമാണ് നേടിയത്. മസ്റ്റ് വാച്ച് എന്ന് പ്രേക്ഷകർ ഒന്നടങ്കം അഭിപ്രായപ്പെട്ടതോടെ തിയേറ്ററുകളിൽ വൻ തിരക്കാണിപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. മൂന്നാം വാരത്തിലും ഈ തരംഗം തുടരുന്നതിനിടെ ചിത്രം ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡ് സ്വന്തമാക്കി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പിറന്ന സൂപ്പർ ഹിറ്റ് സിനിമ എമ്പുരാനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മറികടന്നുകൊണ്ട് ലോക ചാപ്റ്റർ ഓൺ പുതിയ റെക്കോർഡ് സ്ഥാപിച്ച് കുതിച്ചുകൊണ്ട് മുന്നേറുകയാണ്. വെറും 17 ദിവസം കൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നതും. പ്രമുഖ ട്രാക്കറായ സാഗ്നിൽക്കിൻ്റെ കണക്കനുസരിച്ച് 17 ദിവസം കൊണ്ട് ലോക ഇന്ത്യയിൽ നിന്ന് 112.4 കോടി രൂപയുടെ നെറ്റ് കളക്ഷനും നേടിയിട്ടുണ്ട്. അതേസമയം തന്നെ കൊയ്മൊയ് നൽകുന്ന കണക്കനുസരിച്ച് എമ്പുരാൻ ഇന്ത്യയിൽ നിന്നും നേടിയ ലൈഫ് ടൈം കളക്ഷൻ 106.64 കോടി രൂപയായിരുന്നു. എമ്പുരാനെ മറികടന്നുകൊണ്ട് ലോക മലയാള സിനിമയിലെ കളക്ഷൻ റെക്കോർഡുകളിൽ പുതിയ അധ്യായനം കുറിച്ചുകൊണ്ടിരിക്കുന്നു. ലോക ചാപ്റ്റർ ഓൺ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മൂന്നാമത്തെ മലയാള ചിത്രമായി മാറി. ഈ പട്ടികയിൽ മഞ്ഞുമ്മൽ ബോയ്സ് ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. കൊയ്മൊയ്യുടെ കണക്കനുസരിച്ച് മഞ്ഞുമ്മൽ ബോയ്സ് ഇന്ത്യയിൽ നിന്ന് 142 കോടി രൂപ നെറ്റ് കളക്ഷൻ നേടിയിട്ടുണ്ട്. തുടരും എന്ന ചിത്രം 122 കോടി രൂപയോടെ രണ്ടാം സ്ഥാനത്തും എത്തി നിൽക്കുകയാണ്.